മുട്ടാന ആസനം ഞാന് ഹോത്തോമേനിവാന ആസനം. പൊന്നെ പൊന്നെ കയറി 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 തട്ടല്ലേ തട്ടല്ലേ മുട്ടാതെ പോട്ടെ ആണ് പോറ്റാണ് ആണ് പോറ്റെ കെഞ്ചോ 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 പോറ്റെ തട്ടല്ലേ. ഇതെന്തുണ്ടേ കട്ടല് കിടക്ക ബെന്നി സോഫ എന്ന് നിർത്തി തനിക്ക് വീടും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടായിരുന്നില്ലേ? രണ്ടും ലോറിക്കുള്ള സാധനം ഉണ്ടല്ലോ, തനിക്ക് ലോറി വിളിച്ച് വെച്ചോട്ടോ. എന്നാ പിന്നെ ഇത് ലോറി വിളിച്ചു കൊണ്ടുപോവല്ലേ? ലോറിയിലെ വാടക നിന്റെ അച്ഛൻ കൊടുക്കുക. അല്ല നാണില്ലാത്തവരടുത്ത് പണിട്ട് എന്താ കാര്യം? ഈ നാണപ്പിന് ഇത്തിരി നാണം കുറവാടാ നാറി. എന്നെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ടേ ഒരു പന്നടിക്കാനും സ്ഥലമില്ലല്ലോ. പന്നിപ്പൂവും 10 മിനിറ്റുള്ളോ. കൊണകരാൻ 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 കൊണകരാ അഞ്ചേന് മഞ്ഞേന് കുഞ്ഞേന് കുറ്റാന് പേരാമൂഞ്ഞ് വഴി കൊണകരാൻ 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 കൊണകരാ കൊണകരാൻ 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 കൊണകരാ. ചേട്ടാ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? കൊണകരാൻ 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 കൊണകരാ കൊണകരാൻ 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 കൊണകൻ. എങ്ങോട്ട് മഞ്ഞ് കൊണകനിക്കിട്ടോ. കൊണകരാൻ 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 കൊണകരാ 10 മിനിറ്റുള്ളോ. എങ്ങോട്ടാണ്? കൊണകരാൻ 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 എങ്ങോട്ട്? കൊണകരാൻ 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 മോനെ തന്റെ അമ്മേനെ തന്നെ ഉണ്ടെങ്കിൽ അമ്മ വിളിക്കുന്നു. അത് മനസ്സിലായി അത് മനസ്സിലായി അത് മനസ്സിലായി. സുന്ദരി എന്ത് പറ്റിയ അച്ഛന്റെ മുട്ട് രണ്ട് തല്ലി പൊട്ടിച്ചു. ഇവനാ അത് ചെയ്തത്. എന്റെ അച്ഛന്റെ മേത്ത് തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ആ കിളവന്റെ മോള കണ്ട പറയില്ലല്ലോ. ആരാണ് വ്യത്യാസം? സത്യം പറയാലോ സുന്ദരിയാട്ടോ. കൊച്ചു നല്ലി. സമയായി സമയായി കേരളം കയറിക്കോ. വന്നിപ്പം പോവും. സമയായി സമയം. സുന്ദരൻ കയറിക്കോളൂ. സുന്ദരന്റെ അച്ഛൻ കയറിക്കോളൂ. സുന്ദരിന്റെ അച്ഛൻ മാത്രമല്ലടാ, സുന്ദരന്റെ കൂടെ അച്ഛനാണ്. സുന്ദരന്റെ അച്ഛൻ കയറിക്കോളൂ. സുന്ദരന്റെ അച്ഛൻ സുന്ദരൻ അച്ഛൻ കയറിക്കോളൂ. സുന്ദരന്റെ അച്ഛൻ കയറിക്കോളൂ. അച്ഛനെങ്ങനെ അല്ല പോവാറായി അതുകൊണ്ടാ. കേട്ടോ സുന്ദരൻ കയറിക്കോ. സുന്ദരിങ്ങിന് പോട്ടെ. സുന്ദരൻ അച്ഛൻ കയറട്ടെ. സുന്ദരിങ്ങിന് പോട്ടെ. സുന്ദരൻ അച്ഛൻ കയറട്ടെ. സുന്ദരിങ്ങിന് പോട്ടെ. അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോട്ടെ. അതെ, കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടാ പിടിക്കാത്തത് കേട്ടാ. അല്ലെങ്കിൽ തന്നെ പിടിക്കുമല്ലേ? അയ്യോ ഇയാൾ എന്റെ പിന്നിൽ നിന്ന് കുറെ നേരമായി. എവിടെ പിടിച്ച കുട്ടികളെ ചന്തിക്കാതെ പോണ ചേച്ചേ. ഇയാള് വണ്ടിയിൽ കയറിയപ്പോ തുടങ്ങിയുള്ള പ്രശ്ന. ഇതങ്ങനെ വിടാൻ പറ്റിയ കേസല്ല. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരെ ഇടിച്ച് കൂമ്പ് കളിക്കുമ്പോ സന്ധ്യം പുറത്ത് എന്താണോ പോലീസ് സ്റ്റേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആക്കിയാ? സാറന്മാര് തന്നെ നിക്കണ കാര്യം എന്താണോ പ്രശ്നം? ഈ ബസ്സിലൊരു പെനട്ട കിളവൻ ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു. ശ്രമം വിജയിച്ചോ? വിജയിച്ചില്ലല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ കയറി എന്നെ പെട്ടെന്ന് ഷോപ്പിലായിരുന്നു. ഇതാ നിന്റെയൊക്കെ കുഴപ്പം. ഒരു കാര്യം മുഴുവനാക്കാൻ സമ്മതിക്കത്തില്ല. യൂണിഫോം അവന് ഞാൻ ഈ ബസ്സിനകത്ത് പൂട്ടി ഭദ്രമായി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. SI പോസ്റ്റിംഗ് കിട്ടിയിട്ട് എന്റെ ആദ്യത്തെ കേസാ. ഇടിച്ചവന്റെ എല്ലിളക്കിട്ട് എന്ന കാര്യം. ഭക്തവത്സല പിടിച്ച് പുറത്താക്കാ പന്ന റാസ്കൽ. മോനെ അടിക്കടാ, അടിച്ചു കൊല്ലി, പകുതി ജീവനാക്കി വിടല്ലേ. അച്ഛൻ എന്തിനാ അച്ഛൻ ഈ വൃത്തിയിൽ കാണിക്കാൻ പോയത്? എന്റെ മോൾ സുന്ദരനാണ്, എന്റെ മോള് സുന്ദരിയാണ് സത്യം.
അച്ഛനാരും കേറി പിടിച്ചിട്ടില്ല. മോന് സംശയം ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ വിളിച്ചു ചോദിക്കും. ഏതാ സ്ത്രീ? അവരെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഇങ്ങോട്ട് ഇറക്കി വിടറാ. ആ പിടിച്ചാലും ഇങ്ങോട്ട് ഇറക്കി വരണം. ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കാൻ. നിങ്ങൾ ആരെങ്കിലും കയറി പിടിച്ചോ? എന്നെ ആരും പിടിച്ചില്ല. പിന്നെ കൈക്ക് സുഖമില്ലാത്തോണ്ടാ പിടിക്കാത്തതെന്ന് പറഞ്ഞു. കൈക്ക് സുഖമില്ലാത്തത് കൊണ്ടാ മോളിലെ കമ്പിയെ പിടിക്കാൻ പറ്റാത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാ ഈ കൊല്ലൊക്കെ പോലീസുകാരി കുടുംബത്തോടെ എന്റെ പൊന്ന് സാറ് എനിക്കൊരു അബദ്ധം പറ്റിയ അച്ഛനാണ് ഈ സാറിന്ന് എനിക്കറിയില്ലായിരുന്നു. നിർത്ത്. ഇങ്ങോട്ട് നീങ്ങുന്ന. എന്താണ് എന്റെ പേര്? പേരെന്താന്ന്? തഞ്ചപ്പൻ തഞ്ചപ്പൻ സാറിന്റെ അപ്പനെ വിളിക്കണം പട്ടി. തഞ്ചപ്പൻ സാറെന്റെ പേരാ തങ്കപ്പൻ. സാറ് അവന്റെ പേര് തങ്കപ്പൻ എന്ന് പറഞ്ഞു. അതെ, ഇവന്റെ കൊരനാഴിക്കിട്ട് ഒരെണ്ണം കൊടുത്താൽ ഇവന്റെ കൊഞ്ഞ പമ്പ കിടക്കും. അത് മാറില്ല ജന്മനാലിങ്ങനെ നിർത്ത് നിർത്ത്. എല്ലാരും ബസ്സിൽ കയറണം. ആ, കൂടുതൽ അഭ്യാസം കാണിക്കാൻ വണ്ടി എടുത്തോളാം. വണ്ടി പോട്ടെ എനിക്ക് സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ട്. വായ നോക്കി കണ്ട് മോള് സാധനങ്ങളൊക്കെ താഴെ ഇറക്കുക. ആ സാധനങ്ങളൊക്കെ ഇറക്കണോ? സാധനം മോളില. സാധനം പിന്നെ മോളിലല്ലേ ഒഴിപ്പിക്കാൻ നടക്കുന്ന പെണ്ണല്ലേ അത്? അവളെന്താ ഇവിടെ? ഇത് ലേഡീസ് ഹോസ്റ്റലാ. അവൾ അവിടെ നിന്നാ പഠിക്കുന്നത്. എനിക്ക് ഈ വീടല്ലാതെ മറ്റൊരാളെ കണ്ടുപിടിക്കാൻ ഭക്തന് പറ്റിയില്ലേ? അടുത്തടുത്താവുമ്പോ നിങ്ങൾ തമ്മിൽ ദിവസവും കണ്ട് തട്ടിയും മുട്ടിയും കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കമൊക്കെ ഉണ്ടായാൽ പോലീസ് സ്റ്റേഷൻ പെട്ടെന്ന് ഒഴിയേണ്ടി വരില്ലല്ലോ. എങ്ങനെയുണ്ട് സാറേ ഈ ബുദ്ധി? ഈ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ശത്രുവിന്റെ അടുത്ത് കിടക്കുമ്പോ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. കേറ്. കേറ് സാറേ. ഇതാ ഞാൻ പറഞ്ഞത്, തട്ടിയും മുട്ടിയും. കേറ് വണ്ടിയില്. കേറോ? അതാ ഞാൻ പറഞ്ഞ. ഞാനാ പറഞ്ഞത്. എടോ ആ ബോളിങ് തന്നെ. നിനക്ക് തരടി. എന്റെ മോന്റെ പോലീസ് സ്റ്റേഷൻ നിനക്ക് ഒഴിപ്പിക്കണല്ലേ? ആ പൂതി മനസ്സിലിരിക്കുള്ളൂ. എടോ കിളവാ, ഓടി അവിടുന്ന്. കളവനല്ലേ അച്ഛനാണ്ടി. സൂക്ഷിച്ച് സംസാരിക്കണം. പ്രായം നോക്കില്ല ഞാൻ. എടി, എന്റെ നാക്കിലെ പെട്രോളും ഡീസലൊന്നും അടിക്കണ്ട. നിന്നെ തെറി പറയാൻ നല്ല മൈലേജാ. അവളെ ഒരു വേഷം. എടി, ആണുങ്ങളെ വളച്ചെടുക്കാൻ നീ ഇട്ടിരിക്കുന്ന ട്രൗസറിനെക്കാട്ട് വലുതാടി ഞാൻ അടിയിലിട്ടിരിക്കുന്ന ഈ അണ്ടർവെയർ. നോക്ക്, കണ്ട തന്നെ ഞാൻ ലോക്കപ്പിലാക്കും. ലോക്കപ്പിലാക്കണേ പുല്ല്. സാറേ, പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ആ പെണ്ണൊരു പെൺപടയുമായി വരുന്നുണ്ട്. പെൺപട? ആ, നിക്ക്. എങ്ങോട്ടാ ഇടിച്ചേറി പോകുന്ന? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാണിച്ചാലേ ഇവിടെ തടയാൻ വനിതാ പോലീസ് ഒന്നുമില്ല. അവസാനം അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നും പറഞ്ഞ് പാവം പോലീസുകാരെ കുറ്റം പറയരുത്. സാറന്മാർക്ക് തൊട്ട് കളിക്കാൻ ഒരുങ്ങി വന്നവരല്ല ഞങ്ങള്. ഒരു പരാതി തരാൻ വന്നതാ. അറിയാം, ഈ സ്റ്റേഷൻ ഒഴിപ്പിക്കാനുള്ള പരാതിയല്ലേ? ആ പരാതി ഇവിടെ എടുക്കില്ല. ഇതല്ല, പിന്നെ അയൽവാസിയായ ഒരു ദരിദ്രവാസിയെ ഒഴിപ്പിക്കാനുള്ള പരാതിയാ. ഓഹോ, കാര്യം നിങ്ങൾ എന്റെ ശത്രുവാണെങ്കിലും ഒരു പരാതി കിട്ടിയാൽ അത് ന്യായമാണെങ്കിൽ മുഖം നോക്കാതെ ഞാൻ നടപടി എടുക്കും. വാക്കാണല്ലോ. ടു ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പേരാമ്പൂർ. സർ, ഞങ്ങളുടെ ഹോസ്റ്റലിനടുത്ത് പുതുതായി താമസിക്കാനെത്തിയ ഒരു അലവലാതി കുടുംബത്തിലെ കളവൻ വൃത്തികെട്ട ഭാഷയിൽ അയൽവാസികളായ ഞങ്ങളെ ചീത്ത പറയുകയും. ഓഹോ, അവന്റെ ചെപ്പി നോക്കി ഒന്ന് കൊടുക്കായിരുന്നില്ലേ? ഞങ്ങള് കൊടുക്കേണ്ടതായിരുന്നു. സാറന്മാരിവിടെ ഉള്ളപ്പോ. ഉണ്ടായിരുന്നോ? വായിക്ക്. ഞങ്ങളുടെ നേരെ ഉടുതുണി പൊക്കി കാണിക്കുകയും ചെയ്ത താഴെപ്പറമ്പിൽ നാണപ്പൻ എന്ന കക്ഷിക്കെതിരെ തക്കതായ നടപടികൾ. താഴെപ്പറമ്പിൽ നാണപ്പനോ? അതെന്റെ അച്ഛനാണല്ലോ. അത് ശരി, സാറിന്റെ അച്ഛൻ ഇത്രക്ക് വൃത്തിയിട്ടോ? മോശം മോശം. എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായി എന്റെ അച്ഛനെതിരെ ഒരു കള്ളക്കേസ് കെട്ടി ചമച്ചോണ്ട് വന്നതാണ്. ഒരു വയസ്സനായതുകൊണ്ട് നിങ്ങൾക്ക് പരാതിയുണ്ട്. ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ? ഞങ്ങൾക്ക് ഒന്നേ അറിയണ്ടു, എന്റെ പരാതിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? നിന്റെ ഒരു പരാതി എന്താണ്? നിന്റെ ഉദ്ദേശം വെറുതെ പോലീസിന് പണി ഉണ്ടാക്കാതെ
പോവച്ചേ ഇല്ലേ സാറ് വല്ലത് പറയും. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ, സൂക്ഷിച്ചോ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? എന്താ ഉദ്ദേശം? ഇവനെ അറിയോ? മുസ്തഫ, ഐ സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഇവൻ നിങ്ങളുടെ 2 കണ്ണും കുത്തിയെടുക്കും. ഇത് ബെർണാഡ്, ലെഗ് സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് മൂളിയാൽ ഇവൻ നിങ്ങളുടെ 2 കാലും തല്ലി ഓടിക്കും. ഇവൻ പൊറിഞ്ഞു, ഹെഡ് സ്പെഷ്യലിസ്റ്റ്. ഞാൻ പറഞ്ഞാൽ ഇവൻ നിങ്ങളുടെ തല വെട്ടിയെടുക്കും. ഓഹോ, ഇനി ഞാൻ ആരാണെന്നറിയോ? ഞാൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ 10 മാസം കൊണ്ട് നീ ഒരു കൊച്ചിനെ പ്രസവിക്കും. യ്യോ! ക്ലാസ്സിൽ പോടി. നിങ്ങളൊന്നും ബസ്സിന്റെ ഫ്രണ്ടും കയറാനില്ല. ആവുമ്പോ ഞാൻ പറയാം. മലയാണ് ഇന്ന് പോന്നെ, ഇന്ന് പോന്നെ. അയ്യല്ല ഓ അവലിമല നിശയില്ല ഓ അന്തപുരത്തിൻ മഹദാനി ഓ അന്തപുരത്തിൻ മഹദ്രോഹി. ഇനി കുറച്ച് മൂന്നിന്റെ ചേച്ചിമാരോട് പറ്റും. എന്താടാ കുട്ടികളെ കയറ്റാൻ നിനക്ക് എത്ര ബുദ്ധിമുട്ട്? നമസ്കാരം. അതെ, ഏത് ഈ 4 എണ്ണങ്ങളെ കയറ്റി കഴിഞ്ഞാ മുതലാളിക്ക് മുതലാവും. ഞാൻ മുതലാളി പറഞ്ഞിട്ടോ. യാത്രക്കാരെ ഇത്രയും പിഴിഞ്ഞിട്ട് മുതലാളിക്ക് മുതലാവുന്നില്ലെങ്കിലേ ബസ് ഷെഡ് കെട്ടിയിടാൻ പറയണം. ഈ ഷണ്ടി കയറ്റി- അല്ല, കൺസെഷൻ പിള്ളേരെ കയറ്റുന്നതും പോരാഞ്ഞിട്ട്. കൺസെഷൻ നിന്റെ ഒന്നും അവതാരമല്ല, ഈ കുട്ടികളുടെ അവകാശം. ഇന്ന് മുതൽ ഏതെങ്കിലും ഒരു കുട്ടി 5 മണി കഴിഞ്ഞ് ബസ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടാല് അടിച്ച് നിർത്തി ഞാൻ എല്ലാത്തിനും. മറ്റു ബസ്സുകാരോടും പറഞ്ഞേക്കും എല്ലാവരും ബസ് കയറണം. മക്കളെ, ഞാൻ ഇങ്ങോട്ട് മാറിക്കോ. കേറ്റിന്റെ പിന്നാലെ മക്കളെ കേറി. തിരക്കൂട്ടണ്ട തിരക്കൂട്ടണ്ട, എല്ലാവരും കേട്ടിട്ട് ബസ് പോയി. തട്ടി വീഴണ്ട, കേറിപ്പോ, തിക്കല്ലേ തിരക്കല്ലേ. അങ്ങോട്ട് കയറിയുന്നേ ഒന്ന് കേറ്റി നിർത്തോ. ഇനി ബസ് വിടറോ. ഇന്ന് മുതല് ഈ സ്റ്റോപ്പിൽ ഒരു കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് നിൽക്കണം. ഞാൻ നിൽക്കാം സാർ. ഞാൻ നിൽക്കാം സാർ. വേണ്ട, തന്റെ സ്വഭാവം എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി. അതൊരു പ്ലാനിങ് മിസ്റ്റേക്ക് ആയിരുന്നു. വേണ്ട, ഭക്തവത്സരം നിൽക്കട്ടെ. യെസ് സാർ. ഇവിടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജീപ്പ് എടുക്കണോ? ബസ്സുകാരുടെ വലിയ ശല്യം ഉണ്ടല്ലോ ഇവിടെ. പേടിക്കണ്ട, ഞാൻ അടുത്ത ബസ്സിൽ കയറ്റി വിട്ടോളാം. അതെ, SI പുതിയ ആളാണേ. പുള്ളിക്കാരൻ ഒന്നും അറിയില്ല. എല്ലാം ഞാൻ സാവധാനം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും SI കാണണമെന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്തോളാം. അല്ല, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? MES. ഓ, ഈ മാത്തമാറ്റിക്സ് ഒക്കെ പഴയ മാത്തമാറ്റിക്സ് തന്നെയല്ലേ? ആട്ടെ, എന്താ പേര്? ബ്യൂട്ടിഫുൾ. ഭക്തവത്സലേ, എന്തോ നീ ഇവിടെ നിൽക്കുക. പുതിയ SIയുടെ ഫാദറാ. ഞാൻ ഡ്യൂട്ടിയില്ല. കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുകയും ചെയ്ത്, എന്നിട്ട് നിനക്ക് ഇത് നിർത്താറായി. തമാശ തമാശ. അല്ല മക്കളെ, കാര്യാണ്. നെയ്യേ ഇതൊന്ന് എന്തേ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്. ഏമാ വഴക്ക് പറയും. എടാ, നിന്നെ വഴക്ക് പറയുന്ന ഏമാനെ വഴക്ക് പറയുന്ന ആളാണ് ഞാൻ. അതായത് അവന്റെ തന്ത. അപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇതൊന്ന് പോയി കൊണ്ടു കൊടുക്കടാ. ഞാൻ വെജിറ്റേറിയനാ. അതിന് നീ ഇതൊന്നും ചുട്ട് കഴിച്ചു തിന്നണ്ട. പിന്നെ നീയേ ഇതിന്നൊരു 4 എണ്ണം എടുത്ത് പൊരിക്കാൻ പറ. ഇതിന്നല്ല, ഇതിന്നൊരു 4 എണ്ണം എടുത്ത് പൊരിക്കാൻ പറ.